കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമായി മാറിക്കഴിഞ്ഞു വയനാട്ടിലെ ചൂരൽമലയിലെ ഉരുൾപൊട്ടൽ. ഒറ്റ രാത്രി കൊണ്ട് പ്രദേശമാകെയാണ് ഇല്ലാതായത്, ഒപ്പം അവിടുത്തെ ജനതയും. ജൂലൈ 30 പുലരുമ്പോഴേക്കും വയനാട്ടിൽ നിന്നും കാണാതായത് ആയിരങ്ങൾ മാത്രമല്ല, ഒരു പ്രദേശം ഒട്ടാകെയാണ്. പുലർച്ചെ 2 മണിയോടെ ഉണ്ടായ ഉരുൾപൊട്ടലിൽ പ്രദേശമാകെ ഒലിച്ചിറങ്ങിപ്പോയി. മൃതദേഹം പലതും കണ്ടെത്തിയത് മലപ്പുറത്തെ ചാലിയാർ പുഴയിൽ നിന്നാണ്. തലവേർപ്പെട്ട നിലയിലും കാലറ്റ് രീതിയിലും ഉടൽ മാത്രമായുമൊക്കെയാണ് ജഡങ്ങൾ കരക്കടിഞ്ഞത്. ആരുടെയും കരളലിയിക്കുന്ന കാഴ്ചയായിരുന്നു അത്. കുടുംബമൊന്നാകി ദുരന്തത്തിൽപ്പെടുമ്പോൾ ഒന്നുറക്കിക്കരയാൻ പോലും ആരുമില്ലാതെ അനാഥമായത് 100-ലേറെ മൃതദേഹമാണ്. മൃതദേഹം തിരിച്ചറിയാനെത്തുന്നത് തങ്ങളുടെ ഉറ്റവരാരും ഉണ്ടാകരുതേ എന്ന പ്രാർത്ഥനയോടെയാണ്. മൃതശരീരം കണ്ടു മരവിച്ച മനസ്സുമായാണ് പലരും രക്ഷാപ്രവർത്തനം രാത്രിയും തുടർന്നത്. വെളിച്ചം വീണ് തുടങ്ങിയപ്പോഴാണ് അപകടത്തിന്റെ തീവ്രത പ്രദേശവാസികൾ പോലും മനസ്സിലാക്കിയത്. ഗ്രാമങ്ങൾ മുഴുവൻ ചെളി കലർന്ന പുഴയായി മാറിയിരുന്നു അപ്പോഴേക്കും. ഇതിനിടെ വീണ്ടും ഉരുൾപൊട്ടലുണ്ടായതോടെ സ്ഥിതി വീണ്ടും മാറി. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിലൊന്നായി ചൂരൽമല മാറി. എത്ര പേരെ കാണാതെയായി, എത്ര പേർ മരിച്ചു, കണക്കറിയാതെയുള്ള രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.